വിരോധ കാരണം. പിന്നീട് ആദിത്യതനയൻ സുഗ്രീവൻ ചൊന്നു തന്നഗ്രജൻ തന്നു ദന്തം മായാവി എന്നൊരസുരശ്രേഷ്ഠൻ മമ ജീവിത വൃത്തിക്ക് മാറ്റാനായി വന്നവൻ. അത്യന്തം കോപിഷ്ഠനായ മായാവി ഔദ്ധത്യം പൂണ്ടങ്ങൊരു ദിനം ബാലിയെ കിഷ്കിന്ധാ രാജ്യത്തിൽ വന്നു വിളിച്ച് യുദ്ധം ചെയ്യുവാനായുത്സുകനായി. ചിത്തസമുന്നതിയിലാർന്ന ബാലീക്ഷണം തന്മുഷ്ടിപ്രഹരത്താൽ അവനെ വീഴ്ത്തിയ നേരം ഉത്ഥാനം ചെയ്തവനോടിയോടിയൊരു ഗഹ്വരം തന്നിലുപവിഷ്ടനായി. ദുഷ്ടനാം ദൈത്യൻ തൻ ഗർവം ശമിപ്പിക്കാൻ ശക്രസുതനാമെൻ സോദരൻ ബാലിയങ്ങുദ്രാവം ചെയ്തങ്ങെത്തിയ ഗുഹരത്തിൽ യുദ്ധം തുടങ്ങിനാർ പിന്നെയവർ തമ്മിൽ. എന്നഗ്രജനെ തേടി ഞാനും ചെന്ന നേരം വ്യഗ്രത പൂണ്ട് പറഞ്ഞെന്നോടിത്തം ഗഹ്വരത്തിൽ നിന്നും രക്തം സ്ഫുരിച്ചാൽ ഈ ഗഹ്വരദ്വാരമടയ്ക്കേണം സത്വരം. ഗഹ്വരത്തിൽ നിന്നും രക്തം വമിച്ച നാൾ എന്നഗ്രജൻ അത്യയം പ്രാപിച്ചെന്നൂഹിച്ച് ദുഃഖം പൂണ്ട ഞാൻ ദൈത്യ നിഗ്രഹണാർത്ഥം പ്രസ്തരം കൊണ്ടങ്ങടച്ചു വേഗേന. മർക്കടവീരന്മാർ ദുഃഖിതരെങ്കിലും മന്നവനായി എന്നെ അഭിഷേകം ചെയ്യിച്ച് അങ്ങഞ്ചസാ രാജ്യഭാരവും ഏൽപ്പിച്ചാമയമെന്നെ മരുവീ യഥായോഗ്യം. ഇങ്ങനെ വാഴുന്ന കാലത്തൊരു ദിനം വന്യജ്വാലയായ അഗ്രജൻ ബാലി എന്നെ വധിക്കുവാൻ ഓടിയടുത്തപ്പോൾ വന്നു നിന്നു ഞാനീ ശൈലശൃംഗത്തിൽ. എന്റെ പതിവൃതയാകും കളത്രത്തെ തന്നഹന്തയാൽ പരിഗ്രഹിച്ചേനവൻ. എൻ ഗേഹവും ഗ്രാമവും എല്ലാം ഉപേക്ഷിച്ച് ആ മനസ്യം പൂണ്ടു വസിക്കുന്നു ഞാൻ വിഭോ. അർക്കസുതൻ തന്നോക്തികൾ കേട്ട് ദുഃഖിതനായ പുഷ്കര നേത്രൻ നിൻ പത്നിയും വിത്തവും മറ്റു നിക്ഷേപവും വെക്കം തിരികെ കിട്ടുമെന്നുര ചെയ്തു. അത്യന്തം വീരനായുള്ള ബാലിതൻ സൂക്ഷ്മ കഥകൾ ഉര ചെയ്യാനായി സുഗ്രീവൻ പിന്നെ ഉത്സാഹം പൂണ്ട് വൃത്താന്തങ്ങളെല്ലാം പിന്നെയുമോദി. വാഹദ്വിഷവരൂപം പൂണ്ട ദുന്ദുബി ബാലിയോടാഹവം ചെയ്യുവാനായി ക്രോധം പൂണ്ടൊരു ദിനം ആഗമിച്ച നേരം ആകാശരത്തിൻ തലയൂരിയെറിഞ്ഞവൻ. മൂകാചലം തന്നിൽ നിവസിച്ച ഋഷിവര്യനായ മാതംഗ മുനി തന്നുടജത്തിൻ നങ്കണേ വീണ ശിരോഭാഗം ദർശിച്ചു മാമുനി ക്രോധഭാവം പൂണ്ടു. ഭൂതിപൂർണമായ പർണാശ്രമം തന്നിൽ ചോര വീണങ്ങ ശുദ്ധമായപ്പോൾ ഈ പൂതമായാശ്രമേ നീ ആഗമിച്ചാൽ നിൻ മസ്തകം ഛിന്നമാകും എന്നോദീ മുനിവര്യൻ. ഭീതി പൂണ്ട ബാലി ഋഷ്യമാകാദ്രിയിൽ ആഗമിക്കില്ലെന്നറിവുള്ള ഞാനിപ്പോൾ പ്രാണരക്ഷാർത്ഥം മരുവൊന്നേനിവിടം ദേവദേവനെ രക്ഷിക്ക സന്തതം. ഇങ്ങനെ സുഗ്രീവൻ പരിദേവനം ചെയ്യവേ ദുന്ദുഭി തൻ ശീർഷം കണ്ട ശ്രീരാമൻ തൻ പാദാങ്കുലീയത്താൽ ആ ശീർഷമെടുത്ത് കന്തുകം പോലെ എറിഞ്ഞു ക്ഷണേന. ഇതു കണ്ട് പരിതുഷ്ടി പൂണ്ട സുഗ്രീവൻ അവിടെ നിൽക്കുന്ന സാലവൃക്ഷങ്ങൾ ഒരു ബാണം കൊണ്ടങ്ങൊന്നിച്ചൊടിക്കാൻ പരിചോടേ ചൊല്ലി രാമദേവനോട്. വിരോധ കാരണം. അതുപോൽ ശ്രീരാമൻ ചെയ്ത നേരം മിത്രതനയൻ തൃപ്തനായുദ്ധം കഥിച്ചോ ബലരിപുസുതനോട് ബലപരീക്ഷണത്തിനുതകും നീ എന്നും ദേവദേവേശ. വട്ടത്തിൽ നിന്നിടും സപ്തസാലങ്ങളെ ഒറ്റ ബാണം കൊണ്ടെയ്തു ഭേദിച്ചിട്ടെത്തിച്ച തോണിയിൽ തന്നെ വരുത്തിയ രാമൻ നിസ്തർഗം മാനുജനല്ലെന്നറിഞ്ഞു കപിവരൻ. വിസ്മയാധിക്യത്താൽ പാരാർത്ഥഭക്തിയാൽ തന്നുത്തമാംഗം രാമപാദത്തിൽ വെച്ച് അർക്കതനയൻ സുഗ്രീവൻ തൽക്ഷണം ചിത്തസ്മേരം പൂണ്ട് രാമനോടോതി. കേവലം മർക്കടമായൻ സവിധത്തിൽ സ്ഥായീഭാവ
ഭാവം പൂണ്ടുവന്നു ഭവാനഹോ. ലോകൈകനാഥനാകും നിന്നെ ദർശിക്കാൻ സാധിച്ചതിൻ ജന്മപുണ്യമത്രേ. ലോകം മുഴുവൻ വ്യാപിച്ചു നിന്നുടെ ചേതനയത്രേ ഈ സംസാരമെന്ന് ഞാൻ അറിയുന്നു ദേവദേവേശ. നിൻ സേവകനാകാൻ അനുഗ്രഹിക്ക നീ. പുത്രനും ഭാര്യയും രാജ്യവുമെല്ലാം വ്യർത്ഥം തന്നെ. നിൻ മായാവിമോഹനം എൻ ചിത്തത്തിൽ വ്യാപൃതമാകേണം. നിൻ രൂപം ക്ഷിപ്രം ഭവാനിൽ ലയിക്കാൻ തുണയ്ക്കണേ. ധർമ്മവും ദാനവും തീർത്ഥസ്നാനവും കൊണ്ടുമാത്രം കൈവല്യപ്രാപ്തി വന്നിടാ. കൈതവമേശാതെയുള്ള നിൻ ഭക്തി മാത്രം മനുജർക്ക് നിർവാണദായകം. ഭക്തിമാർഗങ്ങളെ പറ്റിയുര ചെയ്ത് മമ ദുഷ്കൃതമൊക്കെ അകറ്റൂ നീ ദേവാ. ഭക്തിയൊഴിഞ്ഞൊന്നും എൻ്റെ മനതാരിലെത്താതിരിക്കാൻ അർത്ഥിപ്പൂ ശ്രീപദേ. എൻ ഹസ്തങ്ങളാൽ നിന്നർച്ചന ചെയ്യണം, എൻ ചക്ഷുസാൽ നിൻ രൂപം കാണാകേണം, എൻ ശ്രോത്രത്താൽ നിൻ നാമം കേൾക്കുമാറാകണം, എൻ നാവിനാൽ നിൻ നാമം ചൊല്ലുമാറാകണം. എൻ പാദങ്ങൾ നിന്റെ ചാരേ ചലിക്കണം, നിൻ പാദരേണുക്കളാൽ എൻ ദേഹം നിറയണം, നിൻ പാദപങ്കേരുഹം തന്നിൽ നമിച്ചെൻ്റെ ആമയമെല്ലാം ദൂരെ കളയണം. ഇങ്ങനെ കീർത്തിച്ച വാനരശ്രേഷ്ഠനെ അൻപിനാൽ ദേവൻ ആശ്ലേഷിച്ചെങ്കിലും പിന്നെയും കീശനെ മായാപ്രഭാവത്തിലെത്തിച്ചു കാര്യസിദ്ധിക്കായി ദേവൻ.